ചേരുവിൻ ജനമേ, അതിശ്രേഷ്ഠമേ തിരുപൂജയിൽ ഭയമോടെ ആദരവാ. ലോകപാപം നീക്കിയണയും ദിവ്യ കുഞ്ഞാടിൻ ശാന്തിയേകും നവ്യ സ്നേഹം പങ്കുവച്ചുണരാ. ഇന്നത്തെ കുർബാന 7-ാം വാർഡിന്റെ നേതൃത്വത്തിലാണ്. നിറദീപമായി തെളിയാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ, അതിശ്രേഷ്ഠമേ തിരുപൂജയിൽ ഭയമോടെ ആദരവാ. ചന്ദ്രപ്പള്ളി ടീം നയിക്കുന്ന ഒരു പുതിയ പ്രഭാതത്തിന്റെ പരിശുദ്ധി മുഴുവൻ ഏറ്റുവാങ്ങി വിശുദ്ധ ബലിക്കായി നാം ഇന്നീ അൾത്താര മുൻപിൽ അണിനിരന്നിരിക്കുന്നു. പ്രകീർത്തനങ്ങളാലും സങ്കീർത്തനങ്ങളാലും നാഥ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കൈപ്പുനീരിൻ കാസയുമായി കാൽവരി കയറിയ കാരുണ്യമേ, ഈ കാഴ്ചകളോടൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇന്നീ ദിവ്യബലി അർപ്പിക്കുന്ന സാബു അച്ഛനെയും ഞങ്ങളുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റേഴ്സിനെയും അങ്ങേ തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുതാപത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഏക മനസ്സായി നമുക്കും ഈ ദിവ്യവിരുന്നിൽ പങ്കുചേരാം. ബലിയാകുവാനും ബലിയേകുവാനും അവിടുത്തെ തിരുശരീരത്തോടൊപ്പം നമുക്കും മുറിയപ്പെടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സകലവും അറിയുന്ന ദൈവമേ, നീതി നിറഞ്ഞ അങ്ങയുടെ വിധികളെ ഞങ്ങൾ പുകഴ്ത്തുന്നു. അങ്ങയുടെ മുമ്പിൽ നിഷ്കളങ്കരായി വ്യാപരിക്കുവാനും ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദീപരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. ദൈവരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ വേണ്ട ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും, സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും, ഭീതിയിൽ എനിക്കു തെല്ലും ദൈവമാണിൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവിഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മിടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമേശു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയും നേരുന്നു.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശ പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 26, 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അന്ന് യൂദയാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. നമുക്ക് പ്രബലമായ ഒരു നഗരം ഉണ്ട്. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കുവാൻ വാതിലുകൾ തുറക്കുവിൻ. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെയിറക്കി. അതിനെ നിലം പറ്റി നശിപ്പിച്ച് പൊടിയിലാഴ്ത്തി. ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മെതിക്കുന്നു. നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ്, അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. രാത്രിയിൽ എന്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. എന്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു. ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല. സത്യസന്ധതയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു. അവൻ കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നില്ല. കർത്താവെ, അങ്ങ് കരം ഉയർത്തിയിരിക്കുന്നെങ്കിലും അവർ അത് കാണുന്നില്ല. അങ്ങയുടെ ജനത്തിനു വേണ്ടിയുള്ള അവിടുത്തെ തീക്ഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ. അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചു കളയട്ടെ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ.
ചെറുതല്ലോ മാനവികാരങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റോഗായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ തിരുവാശ്രവശലും. വിശ്വാസനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്നും പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷത്തിൻ ഗീതികളാൽ പാടുക സമ്മോദമായി. ക്രിസ്തുവിൻ സന്ദേശവാഹകരെ പാടുവിൻ ഹല്ലേലൂയ. സുവിശേഷത്തിൻ ഗീതികളാൽ പാടുക സമ്മോദമായി. ക്രിസ്തുവിൻ സന്ദേശവാഹകരെ പാടുവിൻ ഹല്ലേലൂയ. പാടുവിൻ 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 ഹല്ലേലൂയ. പാടുവിൻ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ
പ്രതാപുറം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15, 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും. അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഗാന്ധിജി ഒരിക്കൽ ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നി, ജാതി ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളും അവന്റെ ചെയ്തികളും വായിച്ചറിഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനിയായാൽ എന്താണ് എന്ന് ഉള്ള ചിന്തയിൽ അദ്ദേഹം ഒരു ദേവാലയത്തിൽ വന്നപ്പോൾ അവിടുത്തെ അധികാരികൾ ഹൈന്ദവനായ ആ മനുഷ്യനെ ദേവാലയത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തന്റെ ആത്മകഥയിൽ അദ്ദേഹം സ്വഗതമായിട്ട് പറഞ്ഞു, ജാതീയ ചിന്തകൾക്ക് അതീതമായി ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ അത് അനുവർത്തിക്കാത്ത ക്രിസ്ത്യാനികളിൽ അംഗമാകുന്നതിനേക്കാൾ ഭേദം ഒരു ഹൈന്ദവനായി നിലകൊള്ളുന്നതാണ്. നാം ഈ സുവിശേഷം വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. ഈ വിജാതിയായ സ്ത്രീ യേശുവിന്റെ പക്കൽ വന്ന് കരഞ്ഞപേക്ഷിച്ചതിന് ശേഷം യേശു അവളോട് ചിലപ്പോൾ നമ്മൾ പറയുന്ന പോലെ ക്രൂരമായിട്ടുള്ള വാക്കുപയോഗിച്ചു എന്ന് നമ്മൾ തോന്നാം. മക്കളുടെ ഭക്ഷണമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് യേശു ബോധപൂർവം പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് യേശു ബോധപൂർവം ഈ ഒരു പ്രസ്താവന നടത്തിയത്? അന്നത്തെ സമൂഹം വിജാതീയരായ മനുഷ്യരോട് പുലർത്തിയിരുന്ന ഒരു മനോഭാവമാണ്. തന്റെ ചുറ്റുപാടും നിന്ന ശിഷ്യ സമൂഹത്തിന്റെ മനോഭാവവും തന്റെ ചുറ്റും കൂടിയിരുന്ന ജനത്തിന്റെ മനോഭാവവുമാണ് യേശു വ്യക്തമാക്കിയത്. എന്നാൽ അതല്ല യേശുക്രിസ്തു എന്ന് ഈ സ്ത്രീയിലൂടെ വ്യക്തമാക്കുവാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ യേശു ഇവിടെ ഉപയോഗിച്ചത്. യേശു എന്നും വിജാതീയരായ മനുഷ്യരോട് കാരുണ്യം കാണിച്ചവരാണ്. അനേകം ഉദാഹരണങ്ങൾ സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും. സമറിയക്കാരി സ്ത്രീയോട് വെള്ളം കോരാൻ വന്ന സ്ത്രീയോടുള്ള യേശുവിന്റെ ഇടപെടൽ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടുള്ള യേശുവിന്റെ മനോഭാവം, അതോടൊപ്പം സമറിയക്കാരന്റെ ഊമയിൽ
വിജാതീയനായ സമറിയാക്കാരനെ പ്രകീർത്തിക്കുന്ന യേശുവിന്റെ മനോഭാവം. അങ്ങനെ സുവിശേഷത്തിൽ ഉടനീളം ചുങ്കക്കാരോടും അതല്ലെങ്കിൽ പാപികളോടും എത്ര സ്നേഹത്തോടും കരുണയോടും കൂടിയാണ് ദൈവം ഇടപെട്ടത്. ഇവിടെയും ആ ഇടപെടലാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. ഈ സുവിശേഷത്തിന്റെ സമാപനത്തിൽ യേശു ആ സ്ത്രീയോട് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, അതുകൊണ്ട് നീ എന്താഗ്രഹിക്കുന്നു അത് നിനക്ക് ഭവിക്കട്ടെ. സ്നേഹമുള്ള സഹോദരരെ, ഈ സുവിശേഷ ഭാഗം യേശുവിന്റെ മനോഭാവത്തെ വ്യക്തമാക്കുന്നതോടൊപ്പം പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് ഈ സുവിശേഷം നൽകുന്നുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? നാം പറയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. അതിനേക്കാൾ ഉപരിയായി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് പ്രാർത്ഥന. ഇന്നത്തെ ലേഖനഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്തുതിഗീതങ്ങളാലും പ്രാർത്ഥനകളാലും ദൈവസന്നിധിയിലായിരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നവൻ നിങ്ങൾക്ക് വേണ്ടത് നൽകും. യഥാർത്ഥത്തിൽ പലപ്പോഴും പ്രാർത്ഥന അപേക്ഷയല്ല, പ്രാർത്ഥന ഒരു ബന്ധമാണ്. ദൈവത്തോടൊത്ത് മനുഷ്യനായിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ദൈവത്തോടൊത്ത് ആയിരിക്കുമ്പോൾ നമ്മൾ യാചിക്കാതെ തന്നെ നമ്മുടെ യാചനകൾ അവൻ അറിയുന്നു. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വേദനകൾ അവൻ അറിയുന്നു. ആ ഒരു തലത്തിലേക്ക് നാം ഉയരണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുക. കാനാൻകാരി സ്ത്രീയുടെ ആ നിലവിളി അത് വലിയൊരു പ്രാർത്ഥനയാണ്. അത് ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു പ്രാർത്ഥനയാണ്. പലപ്പോഴും നമുക്ക് ഒരിക്കലും പലപ്പോഴും ഹൃദയത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെല്ലാം താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി, എന്റെ മകളുടെ കല്യാണം നടക്കണമേ, ഒരു ഉദാഹരണം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ അമ്മമാരും പിതാക്കന്മാരും പ്രാർത്ഥിക്കുന്നു. കല്യാണം കഴിഞ്ഞു നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? നമുക്കൊരു കുഞ്ഞുണ്ടാകണമേ. കുഞ്ഞുണ്ടായതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കണമേ. അത് കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കും നല്ലൊരു കല്യാണം ഉണ്ടാകും. എന്നാൽ എന്നെങ്കിലും ഒരു ദിവസം ദൈവം ഇത്രയും എന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ ചോദിച്ച അനുഗ്രഹങ്ങൾ അതിനേക്കാൾ കൂടുതൽ നൽകിയിട്ട് എത്ര പ്രാവശ്യം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ പക്കൽ അണയാനും ദൈവസന്നിധിയിലായിരിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ സഹിതമാണ് പറയുക. നമ്മളെല്ലാവരും ഈ അപേക്ഷകൾ അർപ്പിക്കുന്നു, അത് ലഭിക്കുന്നു, സലാം പറയുന്നു, അടുത്ത ആവശ്യം വരുമ്പോൾ വീണ്ടും ഉണർത്തിക്കുന്നു, വീണ്ടും കിട്ടുന്നു. ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് വയ്ക്കുന്നു. അടുത്തുള്ള ഏതെങ്കിലും ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ നമ്മളായിരിക്കുക. അവനറിയാം എല്ലാ കാര്യങ്ങളും. അവനറിയാം നമ്മുടെ മകളുടെ കല്യാണം, അവനറിയാം നമ്മുടെ മകന്റെ ജോലി, അവനറിയാം നമ്മുടെ കൊച്ചിന്റെ മാമോദീസ. ഇതെല്ലാം അറിയുന്നവൻ അവനാണ്. അവനത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യും. നമ്മളത് വിശ്വസിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ നന്മ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും ജീവിതം മുൻപോട്ട് പോകുമ്പോഴും ഓരോ നന്മയും കൂടുതൽ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക. നമ്മുടെ പണമായിക്കൊള്ളട്ടെ, സ്ഥാനമാനങ്ങളായിക്കൊള്ളട്ടെ, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ പരിശ്രമിക്കുക. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ നന്മയുള്ളതാക്കട്ടെ. ദൈവത്തോടൊത്തായിരിക്കുക, ദൈവം പറയുന്നത് കേൾക്കുക, അവനിൽ വിശ്വസിക്കുക, അവൻ നല്ലത് മാത്രമേ നൽകുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുക. അതാണ് യഥാർത്ഥമായ പ്രാർത്ഥന, അതാണ് യഥാർത്ഥമായ ആത്മീയത. അതിലേക്ക് ഉയരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളുടെ പ്രവാചകന്മാരെയും സമാദരിക്കുകയും
എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു മിശിഹായേ. ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയയുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനത്തെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് ഒന്നാമൻ പാപ്പായും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായും മാർ മാത്യു മെത്രാപ്പൊലിത്തായും മാർ ജോസഫ് മെത്രാനെയും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്ഥാനവും പ്രതീക്ഷയുമായി മിശിഹായേ, നീ കുരിശടയാളത്തോടു കൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ രാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ സമൂഹത്തെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണഘട്ടങ്ങളിലും നിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാനും നീതിയോടെ വർദ്ധിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. താതനുമതുപോലാത്മജനും ദിവ്യറുകായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ സുതരുടെ പ്രേക്ഷ്യ
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധി ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിന കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഏർപ്പും നിത്യാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനാ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രാർത്ഥയാക്രിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി
സമാധാനം സമൃദ്ധമാവുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തിയും വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയും നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും സ്നാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ധനവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതരോശാന കർത്താവേ
നാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോരും ഉന്നത വീതിയിൽ ഓശാന ഓശാന. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനയിലൂടെ അങ്ങ് ഞങ്ങളുടെ സ്വന്തമാണെന്നുള്ള ബോധ്യത്തിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്, ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനു വേണ്ടിയും
ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധികൾ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഉപവാസികളുടെ പ്രത്യാശയുമായ മിശിഹായേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ശരീരരക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ശുദ്ധർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകരീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗ
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമലമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനുതാപത്തിനുള്ള സ്വർണ്ണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സഹോദരനാഥനായ ദൈവത്തോട് കൃപയും പാമോദരവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർവിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ചെയ്യുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. ദൈവപുത്രന്റെ മരണം വഴി കുരിശു വിജയം വരിച്ചു. കുരിശാവുന്ന ഭാവമാറ്റത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലിവഴി നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും നീക്കും. ആമേൻ. സഹോദരനെ, ഇതാ നമുക്കായി സ്വർഗീയ വിരുന്നൊരുക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാക്കട്ടെ.
പരിശുദ്ധന്മാരുടെ കൃപാത്താൽ സുസ്ഥർഹവും പരിശുദ്ധവും ജീവിതായികവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇതിൽ പങ്കുകൊള്ളാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവിദേഹത്തിന് സ്തുതിയും കരുണയും സമർപ്പിക്കാം. മൈതാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഒക്ടോബർ മാസം നാം കൊന്ത നമസ്കാരത്തിന്റെ മാസമായിട്ട് ആചരിക്കുന്ന മാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസവുമാണ്. നമ്മുടെ ഇടവകയിൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ഇടവക തലത്തിലുള്ള കൊന്ത നമസ്കാരം. രാവിലെ 6:30 കൊന്ത നമസ്കാരമാണ്. അതേ തുടർന്ന് വിശുദ്ധ കുർബാന 7:30 എല്ലാ കർമ്മങ്ങളും അവസാനിക്കും. ആ രീതിയിലാണ് നമ്മളെ ക്രമപ്പെടുത്തിയിരിക്കുക. എല്ലാവരും ഈ കൊന്ത നമസ്കാരത്തിൽ 10 ദിവസമുള്ള ഈ കൊന്ത നമസ്കാരത്തിൽ പങ്കുചേരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഞായറാഴ്ചകളിൽ രാവിലെ ആരാധനയുടെ സമയത്തായിരിക്കും കൊന്ത നമസ്കാരം. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആഘോഷമായ കൊന്ത നമസ്കാരമായിരിക്കും ഞായറാഴ്ചകളിൽ. ഈ സമയങ്ങളിൽ എല്ലാവരും ഈ കൊന്ത നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 10-ാം തീയതിക്ക് ശേഷം ഉള്ള ദിവസങ്ങൾ 31-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ വാർഡ് തലത്തിൽ കൊന്ത നമസ്കാരം നമ്മൾ ചെല്ലാനുള്ള അവസരമാണ്. എല്ലാ വാർഡിലും വാർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൊന്ത നമസ്കാരം വീടുകളിൽ ചെല്ലണമെന്ന് പ്രത്യേകം ഈ അവസരത്തിൽ അറിയിക്കുന്നു. 31-ാം തീയതി നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ എല്ലാ വാർഡുകളിൽ നിന്നും കൊന്ത നമസ്കാരമായി ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിൽ വെച്ചാണ് കൊന്ത നമസ്കാരത്തിന്റെ സമാപനം. അതേ തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയും ആഴ്ചോർ നേർച്ചയും മറ്റ് കാര്യങ്ങളും ഉണ്ടാകും. അത് പിന്നീട് അറിയിക്കുന്നതാണ്. അടുത്ത ശനിയാഴ്ച പാരീഷ് കൗൺസിലിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. പാരീഷ് കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും അതിൽ സംബന്ധിക്കുക. നമ്മുടെ സ്നേഹ വീട്ടിന്റെ ഒരു വീടിന്റെ പണി ഇതിനോടകം ആരംഭിച്ച വിവരം നിങ്ങൾക്ക് അറിയാം. കൂടാര പ്രസിഡന്റുമാരെ നമ്മുടെ പിരിവ് എടുക്കുന്ന കാര്യത്തിൽ കുറെ കൂടെ ശ്രദ്ധിക്കണം. ഇനിയാണ് പൈസയുടെ ആവശ്യം വരുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം. വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അതീതമായി നമുക്കൊരാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ 2 പേരുണ്ട്. 2 പേരോടും താല്പര്യമില്ലാത്തവരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. മറിച്ച് നമുക്ക് എല്ലാവരും ഒരു കാര്യം ഞാൻ വ്യക്തമായും ഉറപ്പായിട്ടും പറയുകയാണ്. യാതൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റോ ഈ കാര്യത്തിൽ എനിക്കോ മറ്റ് അംഗങ്ങൾക്കോ ഇല്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. അത് ഇവിടെ വന്ന നിമിഷം മുതൽ പോകുന്ന നിമിഷം വരെ ആർക്കെങ്കിലും അല്ല എങ്കിൽ അത് നേരിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യവും എന്റെ ഇടവക ജനത്തിനുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കൂടാര യോഗങ്ങളിലും എന്നും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളോടൊത്താണ് ഇപ്പോൾ കിട്ടുന്ന അവസരം ഉപയോഗിക്കുക. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ പറയുന്ന വികാരിമാർ ചുരുക്കമാണ് എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. അത്ര ആർജവത്വത്തോടുകൂടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് ആർക്കെങ്കിലും അതിൽ എന്തുണ്ടെങ്കിൽ നേരിട്ട് പറയാം. അത് നമ്മൾ എനിക്കതാണ് ഇഷ്ടം. എനിക്കങ്ങനെ ഭയപ്പാടുള്ളയാളൊന്നുമില്ല. ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും ഇരിക്കും. അല്ലാതെ അവസരം വരുമ്പോൾ അതിന് മുമ്പേ തന്നെ സ്ഥലം മാറിയിരിക്കും. അത് വ്യക്തവും നിയതവുമായ കാഴ്ചപ്പാടാണ്. മരിക്കുന്നതിനും വരെ അങ്ങനെയായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ വൈദികനാണ് ഞാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പഠിക്കുക. ഞാൻ പോയി കഴിഞ്ഞും ഒന്ന് പഠിച്ചു നോക്കുക. ഈ 3 വർഷം ഈ ദേവാലയത്തിൽ വന്ന കാര്യങ്ങളെല്ലാം ഒന്ന്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മൾ ഡിസംബർ മാസത്തിൽ പെരപണി പൂർത്തീകരിക്കും എന്നതൊരു സത്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നു, അത് നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എല്ലാത്തിനും അതീതമായിട്ട് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയില്ല. ഇനിയൊരു ഈ സ്നേഹവീടിന്റെ പിരിവിനെക്കുറിച്ചൊന്നും ഇനി ഞാൻ പറയുന്നതല്ല.
നിങ്ങൾക്ക് കൊച്ചുപിള്ളേരല്ല, നിങ്ങൾ എത്രയും നമുക്കറിയാം സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് എന്ന കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അടുത്ത ശനിയാഴ്ച പള്ളിയും പരിസരവും ക്ലീൻ ചെയ്യേണ്ടതും അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കേണ്ടതും 5-ാം വാർഡാണ്. 5-ാം വാർഡിന്റെ കൂടാരയോഗം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ശ്രീ മാത്യു കാവുക്കാട്ടുകുടിയിലിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കുകയും ഇന്നലെ പള്ളിയും പരിസരവും ക്ലീൻ ചെയ്യുകയും ചെയ്ത 7-ാം വാർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ ഫൊറോനയിലെ പള്ളികളിൽ എല്ലാ കൈക്കാരന്മാരുടെയും കണക്കിന്റെയും ഒരു സംയുക്ത യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 പറമ്പഞ്ചേരി പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. കൈക്കാരന്മാരും കണക്കിനും അതിൽ സംബന്ധിക്കുക. മാങ്ങാലോടി ചന്ദ്രപ്പള്ളി വയൽക്കണ്ടങ്ങൾ കപ്പ കൃഷിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തിരുത്തലുണ്ട്. ലേലം കൊള്ളുന്നയാൾ 15 ദിവസത്തിനകം ലേലത്തുകയുടെ പകുതി രൂപ കൊടുക്കേണ്ടതാണ്. ബാക്കി തുക അടുത്ത 15 ദിവസങ്ങളിൽ കൊടുത്ത് തീർക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടാണ്. എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയല്ല, 30 ദിവസത്തിനുള്ളിൽ പൈസ മുഴുവനും ദേവാലയത്തിൽ ഏൽപ്പിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. ചുമ്മാ ലേലം ആകരുത്. ലേലത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു വീറും വാശിയും ഒക്കെ വേണം. 10 രൂപ കൂട്ടിവെക്കേണ്ടിടത്ത് കൂട്ടിവെക്കണം, തിന്മയൊന്നുമില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി ലേലത്തിൽ എല്ലാവരും സഹകരിക്കണം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്രക്കാഴ്ച 11,040 രൂപയാണ്. നമ്മുടെ KCYയിലെ അംഗങ്ങൾ അവര് സ്വയം അവർക്ക് തോന്നി നമ്മുടെ സിമത്തേരി മുഴുവനും അവരെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 ദിവസമായിട്ട്. ഞാൻ അവരെ പ്രത്യേകമായിട്ട് നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ നല്ല ഒരു സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുക. ഞാൻ അതുകൊണ്ട് KCYയിലെ എല്ലാ അംഗങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇന്നലത്തെ കർഷക ധരണയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. മറ്റൊരു കാര്യം, മുച്ചുണ്ട് ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഉള്ളവരൊക്കെ അതിന്റെ ചികിത്സ, അതിന്റെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് മുത്തൂറ്റ് പിൻകോർപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 80 പേർക്കാണ് അതിനുള്ള സൗകര്യം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മുത്തൂറ്റ് പിൻകോർപ്പ് നമ്മുടെ കരിങ്കുന്നം ശാഖയുമായി ബന്ധപ്പെടണം എന്ന കാര്യം പ്രത്യേകം അറിയിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, യുഗാന്ത്യത്തിൽ നീതിമാന്മാരെ അങ്ങയുടെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിപ്പിക്കുമല്ലോ. സത്യത്തിലും നീതിയിലും വ്യാപരിച്ച് ശത്രുവിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി നൽകി. ആത്മാവിന്റെ ദാനങ്ങളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും സന്മനസ്സോടും ആത്മാർത്ഥതയോടും കൂടി അങ്ങയുടെ മുൻപിൽ ജീവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി സ്വർഗത്തിൽ നിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചു.
നയിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലും നീ ബലിയിൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം പരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ ഗൗരവമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന അടങ്ങുള്ള പ്രതിക്കും പാവങ്ങളുടെ മോനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോലെയോ എന്നറിഞ്ഞു. വരുന്ന ഞായറാഴ്ച 7 മണിക്ക്